കൃഷിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങളെ കോഴികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരിട്ട മുട്ടയാട്ടാ 11 എണ്ണം ഉണ്ട്. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ കോഴികളുടെ മുട്ട വിരിയിപ്പിക്കണം എന്ന്, ഞങ്ങളുടെ കോഴികളുടെ. അപ്പൊ ഞങ്ങളൊരു ഇൻക്യൂബറേറ്റർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അല്ലാണ്ട് ഞങ്ങളുടെ കോഴി അടിയിരിക്കാത്ത ടൈപ്പല്ലേ, അത് കാരണം അടിയിരിക്കാത്ത ടൈപ്പാണ് ഞങ്ങളുടെ കോഴി. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോവാ. അപ്പൊ നമുക്ക് ഇതിനുള്ള സംഭവം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കോഴിമുട്ട. ഞങ്ങളിവിടെ 11 എണ്ണം എടുത്തേക്കണേ. പിന്നെ ഒരു പെട്ടി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പം. പിന്നെ സ്റ്റാപ്ലർ, അലുമിനിയം ഫോയിൽ, പിന്നെ ഒരു കോട്ടൺ ക്ലോത്ത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ 2 എണ്ണം, ഹോൾഡറും ബൾബും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അടുത്തേക്ക് ഇടരുത്. ഞങ്ങളും പോണില്ല, ഇവിടെ തൊടരുത്. ഈ 2 മെറ്റലൊക്കെ ഭയങ്കര ചൂടും ഷോക്കൊക്കെ അടിക്കും. എത്ര വാട്ടിന്റെ ബൾബാ? 60 വോൾട്ടിന്റെ ബൾബാട്ടത്. 60 വോൾട്ടിന്റെ നല്ല പ്രകാശം കിട്ടും, നല്ല ചൂടും കൊടുക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഈ സംഭവം കോഴിക്കുട്ടികളെ വിരിയിക്കാൻ അത്രക്ക് എളുപ്പമൊന്നല്ല കേട്ടാ. അത് 21 ദിവസം എടുക്കും. സാധാരണ കോഴിയാണ് ഇരിക്കണെങ്കിൽ 22. അതെനിക്ക് അറിഞ്ഞൂടാ. ഇതിനിപ്പോ 23 ദിവസം എടുക്കും. അപ്പൊ ഞങ്ങളിത് പാർട്ടായിട്ടാ ചെയ്യണത്. അപ്പൊ എല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പെട്ടി അതിന്റെ ചുറ്റും ഇവിടെയും ഒക്കെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്യണം. അപ്പൊ നമുക്ക് അത് ചെയ്യണത് കാണാം. ഇതാണ് നമ്മുടെ അലുമിനിയം ഫോയിൽ. ഈ അളവെടുക്കണം. അപ്പൊ നമ്മള് ഫോയിൽ പേപ്പറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയില് അടിയില് വെക്കാൻ. അപ്പൊ ഞങ്ങൾക്കൊരു പേടി തുണി കത്തിപ്പോന്നൊക്കെ. അപ്പൊ ഇവിടെ അടിയിൽ നമ്മളൊരു തെർമോക്കോളിന്റെ പീസ് വെക്കണം, അല്ലെങ്കിൽ കാർഡ്ബോർഡിന്റെ വെച്ചാൽ മതി. ഏറ്റവും നല്ലത് തെർമോക്കോളാണ്, നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കോട്ടൺ ക്ലോത്ത് ഇല്ലേ, അത് വെക്കണം. അതിന് മുമ്പ് ജോയിന്റെ ഒരു പഴയ ബനിയൻ എടുത്ത് വെക്കാം. എന്റെ ബനിയനാ? കോഴികൾ നിന്റെ ബനിയന്റെ ഒപ്പം ജനിക്കട്ടെ. അങ്ങനത്തെ ചളിയൊന്നും. പിന്നെ നമുക്ക് കണ്ട ഈ സംഭവം ഈ മുട്ടയാണ് ഞങ്ങളുടെ വൈറ്റ് മുട്ട. ഇത് ചിലപ്പോ നാടൻ കോഴിയാണ്. ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ കോട്ടൺ ക്ലോത്ത്. ഇത് എന്തിനാന്ന് വെച്ചാ എനിക്ക് തോന്നുന്നത് മറ്റേ മുട്ട പൊട്ടാണ്ടിരിക്കാനാണ്. എനിക്ക് എന്തിനാണ് റിഫ്ലക്ട് ആവാനാ. ലൈറ്റ് റിഫ്ലക്ട്. ഇത് മുട്ട പൊട്ടാണ്ടിരിക്കാൻ വെക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇല്ലേ ഈ ഫോയിൽ പേപ്പറിന്റെ അവിടെ ഒരു ഹോൾ ഇടണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹോൾഡർ ഇല്ലേ, ഹോൾഡർ കയറ്റണം, എന്നിട്ട് ബൾബ് ഇടണ്ടേ ഉള്ളില്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹോൾ ഇടുന്നത്. നമുക്ക് കാണിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇൻക്യൂബർ മേക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയിണ്ട്. ഓൾമോസ്റ്റ് അല്ല, എന്തായിണ്ടെന്ന്? എന്താ ഉണ്ടാക്കിയ സാധനം? ഇൻക്യുബേറ്റർ. അത് ഇനി നമുക്ക് ഹോൾഡർ ഞങ്ങൾ ഫിക്സ് ചെയ്തു കേട്ടാ. ഇത് ഫോയിൽ പേപ്പറിന്റെയും ഇതിന്റെ ഒക്കെ ഉള്ളിൽ കൂടെ ഓട്ടിയിട്ടിട്ട് ഞങ്ങൾ വെച്ചു. ഇതെങ്ങി നമുക്ക് ബൾബ് വെച്ചു കൊടുക്കാം. വെച്ചു. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. പ്ലഗ് സക്സസ് ആയിട്ടില്ല. മുട്ട വിരിഞ്ഞ സക്സസ് ആയി.
പാത്രത്തില് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇത്തിരി വലിയ പാത്രമായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ വീട്ടിലത്തെ മുട്ടയാട്ടത് കണ്ട, ഇത്തിരി കാട്ടൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. പതുക്കെ വെച്ച് കൊടുക്കുക. പത്ത് 11 മുട്ടയുണ്ട്. ഞങ്ങള് ഭയങ്കര സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്യണത്. 11 എണ്ണവും കഴിഞ്ഞു. ഇനി നമുക്ക് ബൾബ് ഓണാക്കാം. ബൾബ് ഓണാക്കാൻ പോവാണ്. നല്ല ലൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് അത് അടച്ചു വെക്കാം. ഭയങ്കര ലോക്കുള്ള സിസ്റ്റാട്ടോ അത്. എന്താ ഇവിടെ ഒരു പള്ളിയൊക്കെ ഇട്ട് പ്രകാശം പുറത്തു പോവാത്ത വിധത്തിൽ തന്നെ അടച്ചു വെക്കാം. എന്റെ അമ്മ പറഞ്ഞു ഈ മുട്ട വിരിയാണെങ്കിൽ കുരിശ് വരച്ചു കൊടുക്കണമെന്ന്. എനിക്കറിഞ്ഞൂടെ എന്റെ സയൻസ് ഒന്നും. അപ്പൊ നമുക്ക് കുരിശ് വരച്ചു കൊടുക്കാം. വിശ്വാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വിശ്വാസമൊക്കെ ഉണ്ട്. അതില് കുരിശ് അങ്ങനെയുണ്ട്. പതിനൊന്നെണ്ണത്തിനെയും കുരിശ് വരച്ചെടുത്ത്. ഇനി നമുക്ക് ബൾബ് ഓണാക്കാം. ഇനി അടച്ചു വയ്ക്കാം.